രക്ഷിക്ക്. എടി, നിന്നെ ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അല്ല, നീ പോവാൻ റെഡിയാവാണോ? ബില്ലൊക്കെ റെഡിയായോ അനു? ഏയ് ഇല്ല, റെഡിയാവുമ്പോ സിസ്റ്റർ കൊണ്ടുവരാന്നാ പറഞ്ഞു. ആണോ? ആ, ഞങ്ങള് ജോൽസിനെ പോയി കണ്ടു കേട്ടോ. ചീരു ഇന്ന് വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് അമ്മയും മാവനും നേരെ അങ്ങടേക്ക് പോയി. അവിടെയെല്ലാം ഒരുക്കി വെക്കണല്ലോ. ചേരു അവിടെ നിന്നല്ലേ വിനയ ഇങ്ങോട്ട് വന്നത്, പിന്നെന്താ ഇത്ര ഒരുക്കാൻ? അല്ല, നമ്മള് ചീരുവിനെയും കൂട്ടി വീട്ടിലോട്ട് പോകുമ്പോഴേ അവിടെ ആരെങ്കിലുമൊക്കെ വേണമല്ലോ, അതുകൊണ്ട് കൂടിയാ അവരിങ്ങോട്ട് വരാതിരുന്നത്. ഞാൻ അവര് വരാത്തോണ്ട് ചോദിച്ചല്ല വിനയ, അവിടെ എല്ലാം ഒരുക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ജോത്സ്യർ എന്തെങ്കിലും ഒരുക്കി വെക്കാൻ പറഞ്ഞതായിരിക്കുമെന്ന്. ഹേയ്, ജോത്സ്യർ വീടിനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ ഒന്നും ചെയ്യാനില്ല, നല്ല ഐശ്വര്യമുള്ള വീട് തന്നെയാണെന്നാ പറഞ്ഞത്. ഐശ്വര്യക്കേട് അവിടെ വന്നു കയറിയവൾക്കാണോ? എങ്കിൽ പറയാൻ മടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാതിരുന്നോളാം. അയ്യോ, നീ എന്താ ചീരു ഇങ്ങനെയൊക്കെ പറയുന്നത്? സമയദോഷവും സ്വഭാവദൂഷവും ഒക്കെ എനിക്കായിരുന്നല്ലോ. സത്യം പറഞ്ഞ എന്റെ ഗ്രഹനിലയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാനാ അമ്മയും മാമനും കൂടി എന്നെ ജോത്സ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. സംഭവം സത്യ, 4-5 മാസത്തേക്ക് കൂടി എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്. അലകടല് നീന്തിക്കടന്നു, ഇനി കര തൊടണമെന്നാ ജോത്സ്യർ പറഞ്ഞത്. പിന്നെ രക്ഷപ്പെട്ടു. നീ 3ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമത്രേ. ആ അനു, പിന്നെ ആ ജോത്സ്യനെ ഞാൻ വിശ്വസിക്കാൻ വേറൊരു കാരണം കൂടി. എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞാണെന്ന് അങ്ങേര് കൃത്യമായിട്ട് പ്രവചിച്ചു. ജോത്സ്യത്തിൽ കുറെയൊക്കെ സത്യമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി.